ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ട്രാൻസ്ഫോമേഴ്സ് മൂവി ഫ്രാഞ്ചൈസി ഉണ്ടല്ലോ, അതിൽ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയായിരുന്നു ആ ഫസ്റ്റിലെ മെഗൻ ഫോക്സ് ഒക്കെ അഭിനയിച്ച ആ ഒരു ട്രാൻസ്ഫോമേഴ്സ് ഇല്ലേ, അതാണെന്നാണ് ഞാൻ കഴിഞ്ഞ മാസം വരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ചെറിയ നൊസ്റ്റാൾജിയ ഫാക്ടറും കൂടി ഉണ്ട് അതിൽ. അന്ന് 2007 ആ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ആ കാലത്ത് ഇങ്ങനത്തുള്ള സിനിമ കാണുമ്പോഴേ ഇതെന്താ സംഭവം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചവർ പോലെ സിനിമ ഇറങ്ങിലും വെറും അടി വെടി പോകാൻ മാത്രമായി. കഥയൊന്നും പിന്നെ അവർക്ക് ആവശ്യമില്ല. കുറെ അനിമേഷൻ സീൻസ് എല്ലാം കൂടി ചേർത്തി കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമേഴ്സ് മൂവി ആയി എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ഒരുപാട് സീക്വൽസും പ്രീക്വൽസും സ്പിൻ ഓഫും എന്തൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്. മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒന്നും കാണുന്നില്ല വേണ്ടി ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം ഞാൻ ആമസോൺ പ്രൈമിൽ ആക്സിഡന്റലി ഒരു സിനിമ ഇങ്ങനെ കാണുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അനിമേഷൻ മൂവിയാണ്. ഇത് ഇനി വല്ല പിള്ളേർക്കുള്ള വല്ല ആയിരിക്കുമോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ച്. പിന്നെ നോക്കിയപ്പോൾ വെറും 1.5 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം എന്നാ പിന്നെ അത്രയല്ലേ ഉള്ളൂ, കണ്ടു കളയാന്ന് കൊണ്ട് തുടങ്ങിയതാണ്. സിനിമ കഴിയുമ്പോഴേക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് മൂവി ഈ സിനിമയായി മാറി. ഒപ്റ്റിമസ് പ്രൈമിന്റെയും മെഗട്രോന്റെ ഒക്കെ ഒരു ഒറിജിൻ സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അവരുടെ പ്ലാനറ്റിൽ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഒരു രക്ഷയില്ല. വേണമെങ്കിൽ ആ മനുഷ്യന്മാരെ അഭിനയിക്കുന്നതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇനി ഈ അനിമേഷൻ മാത്രം കണ്ടിന്യൂ ചെയ്താലും മതി. എന്തിനാണ് വെറുതെ ആൾക്കാരെയൊക്കെ വിളിച്ച് വേർപ്പിക്കുന്നത്? എത്ര ഡീസന്റ് ആയിട്ട് അവർ എടുത്തിരിക്കുന്നത്. 1.5 മണിക്കൂറിൽ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു, സംഭവം കണക്ട് ആവുകയും ചെയ്തു. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? നിങ്ങൾ ട്രാൻസ്ഫോമേഴ്സിന്റെ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും ഈ സിനിമ എന്തായാലും നിങ്ങൾ കാണണം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അനിമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് മാറ്റിയൊന്നും വെക്കണ്ട. 2024 പുറത്തിറങ്ങിയ ട്രാൻസ്ഫോമേഴ്സ് 1 എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലുണ്ട്, കണ്ടു നോക്കൂ. എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യും.